ഹായ്, ഞാൻ സാജൻ പാമ്പാടി. ലോകത്തിലെ തന്നെ പ്രശസ്തമാർജിച്ച ഒരു സെൻട്രൽ ലൈബ്രറിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതെ, മാഞ്ചസ്റ്ററിലെ സെൻട്രൽ ലൈബ്രറി. അതിവിശാലമായ ബുക്കുകളുടെ കളക്ഷനും കമ്പ്യൂട്ടറും മറ്റു ആധുനിക സൗകര്യങ്ങളും ഫ്രീ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ലൈബ്രറി. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മലയാളികളായ പിള്ളേർ മാഞ്ചസ്റ്ററും ലണ്ടനിലെ യൂണിവേഴ്സിറ്റികളും തിരഞ്ഞെടുക്കും. അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ ഏതും ഫ്രീ ആയി വായിക്കാൻ ഒരു മെമ്പർഷിപ്പ് കാർഡ് മതി. മണിക്കൂറുകൾ അവിടെ ഇരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യും. ഉന്നത നിലവാരം പുലർത്തുന്ന ഈ ബുക്കുകൾ വെറുതെ കിട്ടുമ്പോൾ പഠിക്കാനുള്ള സൗകര്യം അവരെ എത്രമാത്രം ഉത്സാഹരാകും. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഈ ബുക്ക് ശാലകളിൽ നിന്നും ബുക്കുകൾ എടുത്ത് പഠിക്കുന്നു. ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 3 ആഴ്ച വരെ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാൻ പറ്റും. കാർഡ് ലഭിക്കാൻ നമ്മുടെ റെസിഡൻസ് പ്രൂഫ് മാത്രം മതി. 5 പൈസ മുടക്കില്ല. റെസിഡൻസ് പ്രൂഫും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്ത് അത് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർഡ് തരുന്നു. അതുകൊണ്ട് മാഞ്ചസ്റ്റർ കൗൺസിലുള്ള ഏത് ലൈബ്രറിയിൽ നിന്നും നമുക്ക് ബുക്ക് മേടിക്കാം. ചരിത്രങ്ങളും സയൻസ് ബുക്കുകളും നമ്മുടെ ഭാഷാപരമായ ബുക്കുകളും കൂടാതെ വലിയൊരു കളക്ഷൻ മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. പുരാതന ബുക്കുകളുടെയും സ്റ്റോറുകളുടെയും ശേഖരണവും ഇവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് അവ സൂക്ഷിച്ചിരുന്നത് എന്ന്. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും മാഞ്ചസ്റ്ററിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, തീർച്ചയായും ഈ ലൈബ്രറി പോയി അവിടെ നിന്ന് ബുക്കുകളെടുത്ത് പഠിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് മാഞ്ചസ്റ്ററിലെ സെൻട്രൽ ലൈബ്രറി ഹാളിലാണ്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലൈബ്രറികളിലൊന്നാണ് മാഞ്ചസ്റ്റർ സെൻട്രൽ ലൈബ്രറി. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളെ കാണിക്കുന്നത്. വിശാലമായ ഒരു ബുക്ക് കളക്ഷനും മോഡേണായിട്ടുള്ള കമ്പ്യൂട്ടർ റൂമുകളും അവിടെ വന്നിട്ട് പഠിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വരുന്നവരെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന കോഫി ഷോപ്പുകൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ലൈബ്രറികളിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ലൈബ്രറികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കാണാം. ഫോട്ടോ കോപ്പി വരെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അജിസ, എങ്ങനെയുണ്ട് ഈ ലൈബ്രറി കണ്ടിട്ട്? അടിപൊളിയാണ്. എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടോ ഇവിടെ? ഹിസ്റ്ററി ഉണ്ട് ഇവിടുത്തെ, അപ്പം അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ നല്ലതാണ്. നല്ല വൃത്തിയോടെയാണ് സൂക്ഷിക്കുന്നത് അല്ലേ? മക്കൾക്ക് ഇരിക്കാനുള്ള കസേരകളാണിത്. കമ്പ്യൂട്ടർ ആക്സസ്. ഇവിടെ വന്നിരുന്ന ബുക്കുകൾ വായിക്കുന്നവരെയും വന്നിരുന്ന് കോഫി കുടിക്കുന്നവരെയും വരെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ലൈബ്രറി വേണ്ടത് എന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാട് കാണിച്ചു തരുന്ന അതിമനോഹരമായ ഒരു ലൈബ്രറിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പഴയകാലത്തെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അകത്തളങ്ങളെ
എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു മോഡലാണിത്. ഇത് ഒരു സ്റ്റഡി റൂമാണ്. സ്റ്റഡി റൂമിലെ ഫെസിലിറ്റീസാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഹിസ്റ്ററി കഥകൾ. ഒരു 4 പേർക്ക് 5 പേർക്ക് ഒരേ സമയം ഇവിടെ വന്നിരുന്ന് ഗ്രൂപ്പായിട്ടൊക്കെ ആണെങ്കിൽ വന്നിരുന്ന് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ സിംഗിളായിട്ടാണെങ്കിലും വന്നിരുന്ന് പഠിക്കാൻ പറ്റും. എന്താ ഈ മുകളിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. അതിൻ്റെ പഴയകാലത്തെ ഒരു സ്പീക്കർ ടൈപ്പ് സിസ്റ്റമാണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന താഴെ LED സ്ക്രീനിൽ നിന്നാണ്. ലൈബ്രറിക്കകത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഫ്രീ ആയി ഇമെയിൽ അയക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വോയിസ് വഴി കേൾക്കാവുന്ന പറ്റിയുള്ള വീഡിയോകളും സ്വയം നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള സിസ്റ്റങ്ങളും ഇവിടെയുണ്ട്. ഏത് ബുക്കാണ് നിങ്ങൾ തിരയുന്നതെന്ന് കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവ കൃത്യമായി ഉള്ളതാണോ അവൈലബിലിറ്റി ഉള്ളതാണോ എന്ന് പറയും. ഇതിൻ്റെ രണ്ടാമത്തെ നിലയിൽ അതിമനോഹരമായ ഒരു മ്യൂസിക്കൽ സ്റ്റഡി റൂമുണ്ട്. കൂടാതെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട 100 കണക്കിന് പുസ്തകങ്ങൾ സെൻട്രൽ ലൈബ്രറിയിൽ അത്യാവശ്യം അവയുടെ ഇമെയിൽ ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റും. നമുക്ക് കമ്പോസ് ചെയ്യാവുന്ന ബോർഡിൽ ഇൻസ്ട്രുമെന്റുകൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആർക്കാണ് അയക്കേണ്ടെന്ന അവരുടെ നമ്മൾ ഇമെയിൽ അയക്കാനാണെങ്കിൽ അവിടെ നമ്മളെ ഫ്രീ ആയി ഇമെയിൽ സെലക്ട് ചെയ്യുക, പേര് തിരഞ്ഞെടുത്ത് ഈ കാണിക്കുന്ന നമ്മുടെ പേര് അയക്കേണ്ടവരുടെ പേര് ഇമെയിൽ സെലക്ട് ചെയ്യുക, നമ്മുടെ മെസ്സേജ് അയക്കുക. ഇമെയിൽ അഡ്രസ്സും ആ മെസ്സേജ് നമുക്ക് ഫ്രീ ആയിട്ട് ഇമെയിൽ അയച്ച് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്റർനെറ്റ് ഇല്ല എന്ന് തോന്നുമ്പോൾ എമർജൻസി മെസ്സേജ് സൗകര്യങ്ങളാണ് ഇതുപോലെ പബ്ലിക് ലൈബ്രറികൾ സെൻട്രോഡിയാണ് പ്രദാനം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാറിപ്പോകുന്നു. യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല പുറത്തുനിന്ന് വരുന്നവർക്കും ഈ ലൈബ്രറി ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇവിടെ പ്രായഭേദമില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്ക് വരെ അല്ലെങ്കിൽ മുതിർന്നവർക്ക് വരെ ഈ ലൈബ്രറി ഉപയോഗിക്കാം.
അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ആവശ്യമുള്ള ഞാൻ ബുക്കുകൾ നിങ്ങളെ നമുക്ക് കാണിക്കുകയാണ്. ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കാൻ പറ്റും. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാണ് ഈ ലൈബ്രറി. എന്തുകൊണ്ടാണ് നമ്മുടെ പിള്ളേർ നമ്മുടെ കേരളത്തിൽ നിന്ന് നാട് വിടുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഇതുപോലെയുള്ള ലൈബ്രറികളെ കാണേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ കാണേണ്ടത്. എത്ര വിശാലമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ആൾക്കാർ എത്ര ഫ്രീഡത്തോടെയാണ് വന്നിരുന്ന് പഠിക്കുന്നത് നോക്കുക. കുഞ്ഞു കുട്ടികൾക്ക് വരെ വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രായവ്യത്യാസം ഒന്നുമില്ല, ആർക്ക് വേണേലും വന്നിരുന്നിരിക്കാം. ബുക്കുകളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. ഇത് പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഞാൻ പിള്ളേരുടെ ആയതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്നില്ല. ലാംഗ്വേജ് ബുക്കുകളുണ്ട്, സയൻസ് ഉണ്ട്, ഹെൽത്ത് ബുക്കുകൾ കൂടിയുണ്ട്, പിന്നെ സൊസൈറ്റിപരമായ ബുക്കുകൾ, കമ്പ്യൂട്ടർ, റിലീജിയസ് ബുക്കുകൾ, ഫിലോസഫി പഠിക്കേണ്ടവർക്ക്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ചസ്റ്ററിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്ഥിരമായി വന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഫ്രീ ആണ് അതൊക്കെ. ആരും പൈസ പേയ്മെൻറ്റോ ഒന്നും ചോദിക്കുന്നില്ല. റീഡിംഗ് റൂമുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഇത് പിള്ളേരുടെ സെക്ഷനാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള കോമിക്സ് ബുക്സുകൾ, ട്രാവൽ ബുക്സുകളുണ്ട്. ഓരോ രാജ്യങ്ങളിൽ പോയാൽ എന്തൊക്കെയാണ് അവിടെയുള്ളത് എന്നറിയാം. ഇറ്റലി പോവുകയാണെങ്കിൽ ഇറ്റലി, ഫ്രാൻസിൻ്റെ ഉണ്ട്, പോളണ്ട് ഉണ്ട്, ജർമ്മനി ഉണ്ട്. വേർ ഇസ് ഇന്ത്യ? ഇന്ത്യയുടെ ബുക്കാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്.
ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട് ഈ ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ പോപ്പുലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ക്ലോക്ക് ടൗൺ ഹാളിൻ്റെ ഇവിടുത്തെ മണിയുടെ ഹാൻഡ് റീഡിംഗ് റൂമിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിരിക്കുന്നു. അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആർക്കും തന്നെ സംസാരിക്കാൻ പാടുള്ളതല്ല. പുസ്തകം എടുക്കുക, വായിക്കുക, തിരികെ വെക്കുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് 3 ആഴ്ചത്തേക്കിന് കൊണ്ടുപോകാനുള്ള സൗകര്യവും. മെഡിക്കൽ ബുക്കുകളും ലോ ബുക്കുകളും മാത്രമല്ല, നമ്മുടെ ഭാഷാപരമായ ലാംഗ്വേജ് ബുക്കുകൾക്ക് മ്യൂസിക്കൽ സെക്ഷൻ്റെ ബുക്കുകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ശേഖരം തന്നെയാണ്. ഒരു പാട്ട് കമ്പോസ് ചെയ്യുവാൻ എന്തെല്ലാം വേണോ അതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് അതിപ്രധാനമായ റീഡിംഗ് റൂം ഉള്ളത്. ഇവിടെയെല്ലാം ഓഫീസ് സ്റ്റാഫ് ഉണ്ടെങ്കിലും ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. പഴയകാലത്തെ സീഡികളുടെ അവ ഉപയോഗിച്ചിരുന്ന രീതികളും അവയുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയും വിശദീകരിക്കുന്ന ബുക്കുകളും ഇവിടെയുണ്ട്. ഇതുപോലൊരു ലൈബ്രറി ലോകത്ത് വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടത്. പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ, മ്യൂസിക്കൽ ആർട്ടിസ്റ്റുകളുടെ ബയോഗ്രാഫി അടങ്ങുന്ന വലിയൊരു ശേഖരം. ഞാൻ തപ്പി നോക്കി, നമ്മുടെ ഇന്ത്യൻസിൻ്റെ ആരുടെയെങ്കിലും പുറമേ നോക്കിയാൽ കാണാവുന്ന. ഏതായാലും ആരെയും കണ്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ റീഡിംഗ് ബുക്ക് റൂം. അതിമനോഹരമായ ഒരു റീഡിംഗ് റൂമാണ് അതിൻ്റെ നടുത്തളം. പലരും അവിടെ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. PhD. ഇത് പിള്ളേരുടെ സെക്ഷനാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള കോമിക്സ് ബുക്സുകൾ. കുട്ടികൾക്ക് വേണ്ടി അതിവിശാലമായ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇവിടെ വിവിധ ലോകരാജ്യങ്ങളുടെ ഓരോ ബുക്കുകളാണ് കാണിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് എന്ന് വേണ്ട നമ്മുടെ ഇന്ത്യയുടെയും ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ബുക്ക് തപ്പിച്ചെന്നപ്പോൾ അതിതാ നേരെ ഇരിക്കുന്നു. നമ്മുടെ ജനസംഖ്യയും നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന എളുപ്പമാണ് വിശദീകരണങ്ങൾ ഈ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ഗൈഡ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഈ ബുക്ക്